മലയാള സിനിമയ്ക്ക് തന്നെ ഒരു മഹാനഷ്ടം തന്നെ പറയാം. മാത്തുപ്പെട്ടി മച്ചാനാണെങ്കിലും പിന്നെ എന്താണ് മേരനാം ഷാജി ആണെങ്കിലും ബ്രോ നമ്മുടെ കലാഭവൻ നവാസിക്ക വിയോഗം കഴിഞ്ഞല്ലോ. അപ്പോൾ എന്താ പറയാനുള്ളത്? പുള്ളിക്കാരൻ നമ്മളൊരു സുഹൃത്തിനെ പോലെ ആയിരുന്നു. പുള്ളിക്കാരൻ 1-2 സിനിമയുടെ തിയേറ്റർ വിസിറ്റിൻ്റെ സമയത്ത് നമ്മൾ പോവുകയുണ്ടായി. പുള്ളിക്കാരൻ ഒരു ജാടയില്ലാത്തൊരു മനുഷ്യനാണ്. കാരണം സാധാരണ ആൾക്കാരുടെ ഈ നടന്മാരുടെയൊക്കെ പുറകെ ചെല്ലുമ്പോൾ അവർ നമ്മൾ ഓടിച്ചിടാറുണ്ട് കണ്ടിട്ടുണ്ടാവും പല റീലുകളിലൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കലാഭവൻ നവാസിക്ക. കാരണം നമ്മളെ ഒരു അനിയനെ പോലെ കണ്ട് കൂടെ നിർത്തി നമ്മുടെ എന്താ പറയുക, ഒരു ഓൺലൈൻ മീഡിയ അല്ല ശരിക്കും, നമ്മളൊരു റിവ്യൂറാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ സെൽഫായിട്ട് റിവ്യൂ ഒക്കെ തരിക. അത് അത്യാവശ്യം വലിയ വ്യൂസൊന്നും ആയില്ല, 900 വ്യൂസായിട്ടേ ഉള്ളത് അന്നത്തെ സമയത്ത് യൂട്യൂബിൽ. പിന്നെ ഫേസ്ബുക്കിലായിട്ട് 10,000 വ്യൂസായി. അപ്പോൾ ട്രോളൊന്നും വന്നില്ല സംഭവത്തിൽ, കാരണം നല്ല കാര്യത്തിനും ട്രോൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിന് പോകാൻ കാരണം അതൊന്നും ഒരു രീതി കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആൾക്കാരോട് പെരുമാറുന്ന രീതിയുണ്ട്. നമ്മളോട് മാത്രമല്ല, അഭിലാഷാട്ടയും വിഷ്ണു കൊച്ചിക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഈ എന്ന് പറഞ്ഞ പടത്തിൻ്റെ മൂവിൻ്റെ റിവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ പെരുമാറിയത്. അത് മാത്രമല്ല, പുള്ളിയുടെ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാത്തുപ്പെട്ടി മച്ചാനാണെങ്കിലും പിന്നെ എന്താണ് മേരനാം ഷാജി ആണെങ്കിലും നാദൃഷ്ടിക്കാൻ്റെ. അപ്പോൾ അതൊക്കെ നല്ലൊരു പടങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും വേർപാടിന് ദുഃഖമുണ്ട്. കാരണം കണ്ണീരിൽ നമ്മളും പങ്കെടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ കേരളത്തിന് നഷ്ടമാണ്. കാരണം നല്ലൊരു കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അമ്മ സംഘടനയിലെ പല പ്രോഗ്രാംസിലും പുള്ളി നിറസാന്നിധ്യമായിരുന്നു. മലയാള സിനിമയ്ക്ക് തന്നെ ഒരു മഹാനഷ്ടം തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കാരണം.